والصلاة والسلام على رسوله المصطفى وعلى آله الصفا وأصحابه الوفا والذين اتبعوهم بإحسان واقتفى ورضوان الله سبحانه وتعالى عن كل ساداتنا الكرام وأدخلنا وإياهم في فسيحات جناته النعيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما وقل رب زدني علما وقل رب زدني علما. قال سيدنا وحبيبنا محمد صلى الله عليه وسلم طلب العلم فريضة على كل مسلم ومسلمة فإن الملائكة لتضع أجنحتها على طالب العلم رضا بما يطلب رضا بما يطلب رضا بما يطلب. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا ولا تكلنا إلى تدبير أنفسنا فالنفس تعجز عن إصلاح ما فسد أنت العليم وقد وجهت يا مني إلى رجائك وجها سائلا ويدعى يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما مضى واسمح لنا ما مضى واسمح لنا ما مضى يا واسع الكرم. ഓമാന്യ നബിയായ സൃഷ്ടികളിൽ താമരേ അവിടുന്നല്ലാതാരോ എൻ ദുഃഖമകറ്റുമാരേ അവിടുത്തെ ജാഹകൊണ്ട് ദുരിതങ്ങളകന്നിടുമേ ബഹുമാന്യാനുതി വഴിയായി ദോഷം തോർത്തിടമേയാൽ നഫ്സി ലാ തഖനതി മിൻ ജല്ലാതി ആലുമാ ഇന്നൽ കബായിറ ഫിൽ غفران كالأمام ونفسي وسلم بنا بيدمام بيشاغند വൻകുറ്റത്തിന് പോയോ മോചനം നബിയിലുണ്ട്. മുഹമ്മദ് സയ്യിദന വമൗലാന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസികളെ, മഹനീയമായ സദസ്സിൽ മഹത്തായ ഭൂമികയിലെ ഏറ്റവും സൗഗന്ധികമാർന്ന ആരാമത്ത് നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ പരിശുദ്ധ ശറഅന് വിധേയപ്പെട്ട് ജീവിച്ച് മരിച്ച സജ്ജനങ്ങൾക്ക് മയൂര സിംഹാസനങ്ങൾ നിരത്തി അനുഗ്രഹിച്ച് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട സ്വർഗീയ ആരാമത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സന്തതികൾ, സഹായികൾ, സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതപര്യന്തം നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു
പതിര് കളഞ്ഞ് വലുതായി കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ അനുഗ്രഹിച്ചു നൽകിയ ആയുഷ്കാലം സംഭരിതമായ ത്വാഅത്തിലായിട്ട് കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നമ്പ്യാംകുന്ന് ശാഖ SKSSF മഹല്ല് കമ്മിറ്റിയുടെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹനീയമായ ദ്വിദിന പ്രഭാഷണവേദി വിദ്വൽ സദസ് അതിന്റെ പ്രാരംഭ ദിശയിലാണ് നാം ഉള്ളത്. 2 ദിവസത്തെ പ്രോജ്വലമായ കേരളത്തിലെ അറിയപ്പെട്ട പ്രോജ്വല വാഗ്മികൾ പങ്കെടുക്കുന്ന മഹത്തായ ഈ സദസ് അല്പം ചില കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഒരല്പം താമസം വന്നു. നമ്മുടെ പ്രഭാഷകനും ബഹുമാന്യരായ അഭിവന്ദ്യ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങളും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുന്നതാണ്. അവരെത്തുന്ന ഒരു വിടവ് ഒരുത്തുന്ന ഒരു മുഷിപ്പ് അകറ്റുവാൻ വേണ്ടി മാത്രം ഈ വിനീതൻ ഇവിടെ നിന്നതാണ്. നാം ഇവിടെ ഇത്ര പ്രോത്സാഹനമായ ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംഘാടകർക്ക് ധാരാളമുണ്ടാകും. എന്നാൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു വിദ്വൽ സദസ്സ എന്ന് വളരെ സങ്കീർണ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ വൈയക്തിക കൗടുംബിക സാമൂഹിക രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മത വിദ്യ അതിന്റെ പ്രസക്തി നാം വളരെ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യതയുണ്ട്. നമ്മുടെ സന്ദർഭം സാഹചര്യങ്ങൾ അതിന്റെ അനിവാര്യതയിലേക്ക് വളരെ ശക്തമായി നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രം 2 വാക്ക് ഞാൻ ഉരുവിട്ട് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് മതപ്രഭാഷണ വേദി ഇന്ന് ഇതര മതസ്ഥരും മറ്റു പ്രസ്ഥാനങ്ങളുമൊക്കെ തുടങ്ങിയിരിക്കുക. സത്യത്തിൽ ഇത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകമായിരിക്കുന്ന ഐഡന്റിഫിക്കേഷനുള്ള ഒരു സംഗതിയാണ്. പൗരാണിക മുസ്ലിം ലോകത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ലോകത്ത് അതർ കാസ്റ്റ് മറ്റുള്ളവർക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക സംവിധാനമാണ് യഥാർത്ഥത്തിൽ മതപ്രഭാഷണ വേദി. മുസ്ലിങ്ങൾക്ക് നമ്മുടെ സമുദായത്തിന് മാത്രം പ്രത്യേകമായിട്ട് കനിഞ്ഞരുളപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് പൗരാണിക മുസ്ലിങ്ങൾ ധാരാളം വിവരവും വളരെയധികം മതവിദ്യ ആ സംസ്കാരം ഉത്തമമായ സംസ്കാരമൊക്കെ നേടിയെടുത്തത് മതപ്രഭാഷണ വേദികളിലൂടെയാണ്. ഇതിന്റെ പ്രസക്തി ഇത് നമുക്കുണ്ടാക്കി തീർക്കുന്ന ആത്മസംസ്കരണവും മതപരമായ ഉത്തേജനവും വളരെ വലുതാണ്. അവാച്യമാണത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പ്രയാസമാണ്. അനസ് റളിയല്ലാഹു തആല ഞാൻ ഹബീബായ ഹബീബ് ഹഖ് സത്ത് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുവർണ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു രംഗത്തെ നിങ്ങളെ ക്ഷണിക്കട്ടെ. അനസ് റളിയല്ലാഹു തആല قال أبو بكر الصديق رضي الله عنه لعمر رضي الله عنه انطلق بنا إلى أم أيمن نزورها كما كان النبي صلى الله عليه وسلم يزورها فلما انتهيا فبكتنا അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ പുണ്യ പ്രവാചകൻ ഹഖ് സത്ത് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം
വളരെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് മൂലമായിരിക്കുന്ന മൈക്രോ സെക്കൻഡ് പോലും അബൂബക്കർ സിദ്ദീഖിന് പ്രവർത്തനക്ഷമതയിൽ മാറി നിൽക്കാറ് വളരെ ശാക്തികമായ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ നേർക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു സെക്കൻഡ് പോലും വൃഥാവിലാക്കാൻ സമയമില്ലാത്ത സിദ്ദീഖിന്റെ ഖബർ പക്ഷേ കട്ടെടുത്ത നിമിഷങ്ങൾ കുറച്ച് കണ്ടെടുത്തുകൊണ്ട് മഹാനായ ഉമർ അൽ ഫാറൂഖിനോട് ആലോചിക്കുകയാണ്, എന്തലക്ക് ബിനഹാ, നമുക്കൊന്ന് പോകാം ഇലാ ഉമ്മി ഐമൻ ബറക്കത്ത് ബീവി എന്ന ഉമ്മു ഐമനിലേക്ക് പോകാം. ആരാണ് ഉമ്മു ഐമൻ? സഹോദരിമാരാണല്ലോ ഏറ്റവും കൂടുതൽ എപ്പോഴും മതപ്രഭാഷണ വേദികളുടെ ചാലക ശക്തി. അവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഖദീജത്തുൽ കുബറയെ നമുക്കറിയാം, ആയിഷ ഫാത്തിമ സുഹറ ബത്തൂല ഫാത്തിമ ബീവിയെ നമുക്കറിയാം. ഉമ്മൻ ഇസ്ലാമായിട്ട് എന്ത് സ്ഥാനമാണുള്ളതെന്ന് നാം മനസ്സിലാക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ അൽ ഫാറൂഖിനോട് പറയുകയാണ്, നമുക്ക് പോകാം ഉമ്മു ഐമൻ എന്ന ബറക്കത്ത് ബീവിയെ കാണാൻ. നമുക്ക് സന്ദർശിക്കണ്ടയോ? നാം അവരെ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. കമാകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സന്ദർശിച്ചു കൊണ്ടിരുന്നല്ലോ. അവരുടെ വീട് വളരെ ദൂരത്താണ്. പിതാവിന് അനന്തരമായി കിട്ടിയ അടിമ സ്ത്രീ മാത്രമാണ് ഉമ്മു ഐമൻ. പക്ഷേ ഉമ്മു ഐമന്റെ മുഖത്ത് നോക്കി ഹബീബായ പ്രവാചകൻ പറഞ്ഞത്, അന്തി ഉമ്മി ബഅദ ഉമ്മി, എന്റെ മാതാവ് ആമിന ബീവിക്ക് ശേഷം അങ്ങാണ് എന്റെ മാതാവ് എന്ന് പറഞ്ഞു. ബീവി ഉമ്മു ഐമൻ പറയുകയാണ്, ബറക്കത്ത് ബീവി പറയുകയാണ്, എന്നെ സന്തോഷിപ്പിച്ചില്ല, ജീവിത വഴിത്താരിൽ ഒന്നും സന്തോഷിപ്പിച്ചില്ല. എന്റെ പൊന്നുമോൻ മുഹമ്മദുൽ അമീൻ എന്നെ ഉമ്മ എന്ന് വിളിച്ച ആ വാക്ക്, അതാണ് ഏറ്റവും വലിയ അവാർഡ്. നോബൽ അവാർഡിനേക്കാൾ, ഓസ്കർ അവാർഡിനേക്കാൾ വലിയ അവാർഡായി ഞാൻ കാണുന്നത് അതാണ്. എന്റെ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ മാതാവെന്ന് വിളിച്ചിട്ടുണ്ട്. ആ ഉമ്മു ഐമനെ ദൂരങ്ങൾ താണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ കഷ്ടാരിഷ്ടതകൾ, വളരെയധികം കടമ്പകൾ താണ്ടിക്കൊണ്ട് പ്രവാചകൻ കാണാറുണ്ട്. മാസാന്തം തെറ്റാതെ ഉമ്മു ഐമനെ സന്ദർശിക്കാറുണ്ട്. ആ പതിവ് വിരുദ്ധം നമുക്ക് ചെയ്തുകൂടാ. നമുക്ക് പോകാം, ഉമ്മു ഐമന്റെ അടുക്കൽ പോകാം. ഉമർ അൽ ഫാറൂഖ് യോജിച്ചു. രണ്ടാളും അവിടെ ചെന്നെത്തിയപ്പോൾ, ഉമ്മു ഐമന്റെ സവിധത്തിലെത്തിയപ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്തത സഹചാരികളാണ്, കൂട്ടുകാരാണ്. അവരെ കണ്ടവർ പൊട്ടിക്കരഞ്ഞുപോയി. ബുദ്ധിമാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവർ ഞങ്ങളെയും കരയിപ്പിച്ചു. ഉമ്മു ഐമൻ കരഞ്ഞപ്പോ സ്വാഭാവികമായി ഞങ്ങളും കരഞ്ഞുപോയി. ശോകമൂകമായ അന്തരീക്ഷത്തിന് ശേഷം വിടവിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് ഈ ലോകത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അത് അനിവാര്യമാണല്ലോ ഉമ്മ. അതുകൊണ്ട് അതോട്ടെന്തുകൊണ്ട് വേപത് കൊള്ളുന്നു. ആ വിരഹവേദന താങ്ങാൻ പ്രയാസം തന്നെയാണ്. വലീദ് എന്ന ഇസ്ലാമിന്റെ ഏറ്റവും ശക്തനായ ക്രൂരനായിരിക്കുന്ന ബദ്ധവൈരി, അവനും അവന്റെ മക്കളും ഉണ്ടായിരിക്കെ, അബൂലഹബും മക്കളും ഉണ്ടായിരിക്കെ, അബുൽ ജഹലും സന്തതികളും കൂട്ടുകാരും കുടുംബാദികളും ഉണ്ടായിരിക്കെ,
ലോകത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൽ ഏറ്റവും സ്ട്രെങ്തുള്ള ഖുറൈശി വംശത്തിൽ ശാക്തികരായ നേതാക്കൾ ഉണ്ടായിരിക്കെ പറഞ്ഞു സഹദൂരിലയ്യ പരീതാപാമുണ്ടുമയ്യ പോകുന്നു ഞാൻ മുഹമ്മദിന്റെ തലമൂയ അവനുടെ പരിഹാസം കേട്ടുനാട്ടിൽ ഇരിക്കുവാൻ വയ്യ. ഖത്താബിന്റെ മകൻ എന്ന ദുഷ്ടനായ ഘോരനായ നിഷ്ഠൂരനായ ചോരക്കൊള്ളനായ ഡൊമസ്റ്റിക് യുവാവായ ഞാനാണല്ലോ അന്ന് മുഹമ്മദ് നബിയുടെ കഴുത്തിറക്കാൻ ഗളച്ഛേദം ചെയ്യുവാൻ 100 ചുവന്ന ഒട്ടകത്തിന്റെ കനവ് കത്തിയെറിഞ്ഞപ്പോൾ ഞാൻ ശക്തനായി ഞാൻ മുന്നോട്ട് നീങ്ങി പ്രവാചകനെ വലിക്കുവാൻ വേണ്ടി പോയത് ഞാനാണ്. ഉമ്മ മദീനയുടെ മന്ദിറുകൾ വിറങ്ങലിച്ച ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ആ പ്രവാചകന്റെ ഗളച്ഛേദം നടത്തുവാൻ പോയ ഞാൻ പക്ഷേ 11 ചെറിയ സൂക്തമോക്തികൾ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ ചെറിയ ചെറിയ സൂക്തങ്ങൾ ചിതറി ചിന്തിയ സൂക്തങ്ങൾ മാത്രം 11 സൂക്തമൗക്തികങ്ങൾ ശിലാഹൃദയനായ ഖത്താബിന്റെ മകൻ എന്ന ക്രൂരനായ ഉമറിനെ മാറ്റി ചിന്തിപ്പിച്ചു. ആ ശിലാഹൃദയം മഞ്ഞ് പോലെ ഒഴുകിയിറങ്ങി അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാൽപ്പാദം തൊട്ട് നമസ്കരിച്ച് നമ്രസ്കരസ്ഥനായി മാറി ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദീനിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആറിത്താഴയിലേക്ക് സാധന വീതിയിലേക്ക് ഒരു പങ്കാളിയാകുമ്പോ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കുവാൻ ആദ്യത്തെ ഇസ്ലാമിന്റെ റാലി നടത്തുവാൻ മുന്നോട്ട് വന്നു ഞാൻ. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ എളിയ സേവകനായി മാറി. പ്രവാചകന്റെ സുവർണ കാലഘട്ടം അവസാനിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നിൽ കൊളുത്തിവെച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രകാശമാണ്. ഏറ്റവും വലിയ ആ ജനറേറ്ററിൽ നിന്ന് എല്ലാം ശരിക്കും ഞാൻ ആർജിച്ചെടുത്തു. ഉമ്മ അതിന്റെ പരിണതി എന്താ എന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് മദീനയുടെ ഓരോ മണൽത്തരികളും വിറങ്ങലിക്കുന്ന സന്ദർഭത്തിൽ ഉൾക്കൊള്ളുവാൻ ഏറ്റവും പ്രയാസപ്പെട്ടത് ഫാറൂഖായ ഉമർ എന്ന് പരിവർത്തിക്കപ്പെട്ട സാത്വികനായ ഉമർ, സാത്വികനായ ഔലിയാക്കളുടെ നേതാവെന്ന് വിളിക്കപ്പെട്ട ഉമർ, പറന്നു പോകുന്ന പക്ഷിപ്രവാദികളെ നോക്കിക്കൊണ്ട് വിലപിച്ച ഉമർ, ബിലാൽ നോക്കിക്കൊണ്ട് കരിങ്കാക്ക പോലെ കറുത്ത ബിലാൽ എന്ന കരിമ്പാറ പോലെ കറുത്തവനെന്ന് വിളിച്ച് പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഖത്താബിന്റെ മകൻ ഉമറിൽ നിന്ന് മാറി. ബിലാൽ, എന്റെ നേതാവാണ് താങ്കൾ, അല്ലാഹു താങ്കൾക്ക് മഹത്വം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സിംഹാസനം ബിലാലിന് വേണ്ടി മാറ്റിക്കൊടുത്ത അത്രമാത്രം പരിവർത്തിക്കപ്പെട്ട ഉമർ, ഫാറൂഖ് ഉമർ, ഫാറൂഖ് എന്ന് വിളിക്കപ്പെട്ട ഉമർ. എനിക്കാണ് ഉൾക്കൊള്ളാൻ പ്രയാസം നേരിട്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഗളച്ഛേദം ചെയ്യാൻ പോയ ഞാൻ മുത്തുനബി വഫാത്ത എന്ന് പറഞ്ഞപ്പോ എന്റെ വാൾ ഒന്നുകൂടി ഊരപ്പെട്ടോ അതോ നബിതങ്ങൾ വഫാത്ത എന്ന് പറഞ്ഞങ്ങനെ കൊല്ലുവാൻ വേണ്ടിയായിരുന്നു, അവന്റെ ഗളച്ഛേദം വരുത്താനായിരുന്നു. അത്രമാത്രം തീഷ്ണത കാണിച്ച, തീവ്രത കാണിച്ച ആളായിരുന്നല്ലോ ഞാൻ. അവസാനം അബൂബക്കർ സിദ്ദീഖ് എന്ന അപാര ബുദ്ധിമാനായിരിക്കുന്ന ഈ സുഹൃത്ത്, ഈ നേതാവ്, അദ്ദേഹത്തിന്റെ വാക്ചാതുരി കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഉൾക്കൊണ്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കേണ്ടതുണ്ട്. അത് ലോകത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമാണ്. അങ്ങനെ ഞാൻ ഉൾക്കൊണ്ടുവല്ലോ. ഞാൻ ഉൾക്കൊണ്ടു. പിന്നെ റസൂലുള്ളാഹി വഫാത്തായി ഇത്രയും നാളുകൾ കഴിഞ്ഞു, എന്തേ ഉമ്മ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം എന്ന ചോദ്യത്തിന് ഉമ്മ ഐമൻ പറഞ്ഞത് വഫാത്ത് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പുണ്യപ്രവാചകന്റെ വഫാത്ത് വേദന തന്നെയാണ്. പക്ഷേ ലാ ബികി വഫാത്ത് റസൂലുള്ളാഹി,
72 ആയത്തുകൾ ഉമർ അൽ ഫാറൂഖ് എന്ന ബുദ്ധിമാന്റെ അഭിപ്രായം, അഭിലാഷം, ആഗ്രഹം അനുസരിച്ച് അല്ലാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂൽ ഇറക്കി കൊടുത്തു. അത്രമാത്രം ബുദ്ധിമാനാണ് ഉമർ അൽ ഫാറൂഖ്. ആ ഉമർ അൽ ഫാറൂഖിന്റെ ബുദ്ധി അവിടെ തെറ്റുകയാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കാരണമാണ് ഇവർ കരയുന്നത് എന്നാണ്. അല്ല, അവിടുത്തെ കൂട്ടുകാരെ കണ്ടപ്പോ അതിങ്ങ് തികട്ടി വന്നു. ആ ഓർമ്മയിൽ, ആ ധന്യസ്മൃതിയിൽ അവർ ലയിച്ചുപോയി എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഉമറിനെ തിരുത്തി ഉമ്മു അയ്മൻ എന്ന പണ്ഡിത സ്ത്രീ. സഹാബത്തിൽ പലരും ചില സംശയങ്ങൾക്ക് ഉമ്മു അയ്മനോട് ചോദിച്ച് നിവാരണം വരുത്താറുണ്ടായിരുന്നു അത്രേ. അത്രമാത്രം പാണ്ഡിത്യമുണ്ടായിരുന്നു ഉമ്മു അയ്മന്. സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം വിദ്വൽ സദസ് അവർ സംഘടിപ്പിച്ചിരുന്നു. അവർ ദർസ് നടത്തിയിരുന്നു. ചരിത്രമാണ്. അങ്ങനത്തെ ഉമ്മു അയ്മൻ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോടുകൂടി സമുദായത്തിനുണ്ടായ വലിയ നഷ്ടമോർത്താണ് ഞാൻ കരുതുന്നത്. നോക്കുക, എന്താണ്? പരിശുദ്ധന്റെ സന്നിധാനത്തിൽ നിന്ന് പരിശുദ്ധ മാലാക മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കേൾപ്പിക്കും ആ വഹി. അതിന്റെ പ്രസരണം, ഇൽമിന്റെ പ്രസരണം അവസാനിച്ചു പോയി, അത് നിന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട അബൂബക്കറേ, ഉമറേ, നിങ്ങൾ അതിന് സത്വര നടപടി സ്വീകരിക്കണം. ഇസ്ലാമിന്റെ വിജ്ഞാനം, മതപ്രഭാഷണം, വിദ്വൽ സദസ്സുകൾ സംഘടിപ്പിക്കണം. അതിനുവേണ്ട സംവിധാനം നിങ്ങൾ ചെയ്യണം. യുദ്ധം വേണം, അതുപോലെ ഇബാദത്തുകൾ വേണം. പക്ഷേ അത് കറക്റ്റ് ആകണമെങ്കിൽ, അല്ലാഹുവിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ശരിയായിട്ട് അല്ലാഹു തആല തന്നെ പ്രവാചകരെ ആക്ഷേപിച്ചില്ലയോ? ഒരു ഘട്ടത്തിൽ നിസ്കാരത്തിനേക്കാൾ പ്രാധാന്യമുള്ള ജിഹാദ്, ആ ജിഹാദിന്റെ രംഗത്തേക്ക് എല്ലാവരും എടുത്തു ചാടിയപ്പോ, ആരുമില്ലാതെ മദീന പള്ളി കാലിയായപ്പോ അല്ലാഹു തആല ആക്ഷേപിച്ചു. അല്ലാഹുവിന്റെ പ്രവാചക, എന്റെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും ഇവിടെ പിടിച്ചു വെക്കാത്തത് മദീന പള്ളിയിൽ വെച്ച് അവർക്ക് ഇടതടവില്ലാതെ അറിവ് ഓതിക്കൊടുക്കാത്തതെന്താണ് പ്രവാചക എന്ന് അല്ലാഹു ആക്ഷേപിച്ചില്ലയോ? അല്ലാഹു ആക്ഷേപിച്ചു. നബിയെ അങ്ങനെ വിടാൻ പാടില്ല. അറിവ്, അതിന്റെ നൈരന്തര്യത, അനവരത എപ്പോഴും ഉണ്ടാകണം. അനവരതം തുടർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട അബൂബക്കറേ, ഉമറേ, ശക്തര നടപടികൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ പരിപോഷണത്തിന് വേണ്ടി നിങ്ങൾ ശക്തര നടപടി സ്വീകരിക്കണം. ഉമർ ഫാറൂഖ് പ്രത്യേകിച്ച് അത് ശരിക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്തരിപ്പിച്ചു. അദ്ദേഹം ദേശാന്തരങ്ങളിൽ, പ്രാന്തങ്ങളിലെല്ലാം തന്നെ വിദ്വൽ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടത് ചെയ്തു. ഉമ്മു അയ്മൻ എന്ന ബറക്കത്ത് ഭൂമിയുടെ ഇടപെടലാണ് അതിന് കാരണമായത്. അന്നു മുതൽക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തന്നെ ഒരു ഗോത്രത്തിന്റെ അധിപയായ ആ സ്ത്രീ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചക, ഞങ്ങൾക്ക് ഡേറ്റ് തരുമോ? ഒരു ഡേറ്റ് തരുമോ? ഞങ്ങൾക്കൊരു വിദ്വൽ സദസ്സ്, ഒരു പഠന ക്ലാസ് നടത്തുവാൻ അങ്ങ് ഡേറ്റ് തരണം. റസൂലുള്ളാഹി ഒരു ഡിമാൻഡും വെച്ചില്ല, തരാം. യൗമുൽ ഖമീസ് നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചു തന്നു. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം പഠന ക്ലാസിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തു. അന്ന് മുതൽക്ക് തുടങ്ങി. അതൊരു ഘട്ടത്തിൽ മുറിഞ്ഞു പോയപ്പോ ഉമ്മു അയ്മൻ അതിനെ ത്വരിതപ്പെടുത്തി. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ അൽ ഫാറൂഖും സത്തര നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ തുടർന്നു. ഈ കാലം അത്രയും പരിശോധിച്ച് നോക്കുമ്പോ 100-ലധികം ഫാത്തിമാമാർ ലോകത്ത് നൂറ്റാണ്ടുകളിൽ പരിശോധിച്ച് നോക്കുമ്പോ ധാരാളം പേർ പല ഭാഗങ്ങളായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. മുത്തുറസൂലിന്റെ പേര് സ്വീകരിച്ച മഹിളാരത്നങ്ങൾ, റസൂലിന്റെ മകളുടെ പേര് സിദ്ധിച്ച മഹിളാരത്നങ്ങൾ, ധാരാളം പണ്ഡിത മഹദികൾ, 100-ലധികം ഫാത്തിമ ബീവിമാർ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. വിദ്വൽ സദസ്സുകൾ നടത്തിയ, ദർസുകൾ നടത്തിയ ധാരാളം മഹദിമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. നഫീസത്ത് ബീവി
المصرية ലോകത്തിന്റെ ഓണം കയറാം ഹദീസിന്റെ വക്താക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇൽമിന്റെ സാഗരമായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹം മഹദി ബീവി നഫീസത്തുൽ മുസ്ലിയുടെ പർണശാലയിലെ പഠന ക്ലാസ്സിലെ ഇടയ്ക്കിടെയെങ്കിലുമുള്ള അംഗത്വം സ്വീകരിച്ചിരുന്നു. പഠിക്കാൻ പോയിരുന്ന പഠിതാവായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം വിജ്ഞാനം നേടിയ പണ്ഡിത മഹിളാ രത്നങ്ങൾ നമുക്ക് പിൽക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വളരെയധികം പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിത സന്ധാരത്തിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അവയുടെ ഉപയോഗക്രമങ്ങൾ, അതിന്റെ ഗുണഗണങ്ങൾ, പോഷകങ്ങൾ എല്ലാം നമുക്ക് കൃത്യമായിട്ട് സയൻസ് പഠിപ്പിച്ചു തരുമ്പോ അത് അന്യാധീനമായി ഭക്ഷിച്ചുകൂടാ, ഉപയോഗിച്ചുകൂടാ, മറ്റുള്ളവർക്ക് യാതൊരു ദോഷം ചെയ്യാൻ പാടില്ല, പിടിച്ചുപറിക്കപ്പെട്ടത് അത് നിഷിദ്ധമാണ്. അതുകൊണ്ടൊരിക്കലും മനുഷ്യൻ രക്ഷപ്പെടുകയില്ല, മറിച്ച് അതിന് ശാക്തികമായ ശിക്ഷയുടെ സങ്കേതമായ നരകത്തിലേക്ക് അവനെ ഇംപ്രൂവ്മെന്റ് ചെയ്യപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്ന ദീനാണ്, മതമാണ്. ഞാൻ പറഞ്ഞു വന്നതപ്പോ ഈ മത പ്രഭാഷണ വേദികൾക്ക്, വിദ്വൽ സദസ്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് നാം ശരിക്കും ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് സഹാബത്തിന്റെ കാലഘട്ടത്തിലെ ഒരു ചെറിയ ചരിത്രം വളരെ ശ്ലത ചിന്തയായിട്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒന്ന് തട്ടി ഉണർത്തുവാൻ വേണ്ടി ഞാൻ ഉണർത്തിയത്. വിദ്വൽ സദസ്സുകളും ആത്മീയ സദസ്സുകളും വളരെ അനിവാര്യമാണ്. നമുക്ക് ഇവ നമ്മൾ ഒഴിച്ചുവിടുമ്പോ നാം സാംസ്കാരികമായി അധപ്പതനത്തിലാവുകയാണ്, അധാർമികതയിൽ കൂപ്പുകുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലിരുന്ന് നേരിട്ട് സംസ്കരണവിധേയരായ സഹാബത്ത് അവരുടെ ഈമാനിന്റെ ശക്തി എന്താണ്, അവർക്ക് എത്രമാത്രം പ്രോജ്വലമായ അറിവുണ്ടാവും. പക്ഷേ എന്നിട്ടും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസം 2 പ്രാവശ്യമെങ്കിലും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായ നിലക്ക് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. എന്തിനാണത്? മനുഷ്യന്റെ വ്യത്യാസം നിമിഷങ്ങൾ കൊണ്ട്, നിമിഷാർത്ഥങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ആശയത്തിൽ, അവന്റെ വിശ്വാസത്തിൽ, സംസ്കാരത്തിൽ എല്ലാം സംഭവിക്കും. മൂല്യച്യുതിയിലേക്ക് വീഴാതിരിക്കുവാൻ നല്ല അറിവ് പകർന്നു കൊടുക്കേണ്ടത് ഉത്തരവാദപ്പെട്ടവരുടെ ബാധ്യതയാണ്. ഇതിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടി നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല അറിവ് നേടി നമ്മുടെ ഇബാദത്തുകൾ ശരിക്ക് ഭദ്രമാക്കണം. അതോടൊപ്പം നമ്മുടെ ഹൃദയശുദ്ധി ആത്മീയ ഉയർച്ചക്ക് വളരെ അനിവാര്യമാണ്. ഹൃദയശുദ്ധി നേടിയാൽ ധാരാളം ഡിഗ്രികൾ നേടിയവരുണ്ട് സമൂഹത്തിൽ. വളരെ വലിയ ഇപ്പൊ കണ്ടോ, ഒരു ഇന്നത്തെയോ പത്രം തന്നെ, പത്രധാര നമുക്കറിയാം, 500 പവൻ സ്വർണവും 500 പവൻ സ്വർണവും 50 ലക്ഷത്തിന്റെ ഡയമണ്ട് മോഷണം പോയ ഒരു വീട്ടിൽ നിന്ന്. അപ്പൊ നമുക്ക് ഭൗതിക സൗകര്യങ്ങൾ, സുഖലോലുകൾക്കൊന്നും യാതൊരു കുറവുമില്ല. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു രംഗത്തിന്റെ വീട്ടിൽ നിന്ന് 500 പവൻ സ്വർണം, 50 ലക്ഷം റുപ്പികയുടെ ഡയമണ്ട് ഇത് പോവുകയാണ്, മോഷണം പോവുകയാണ്. അപ്പൊ ഇത്രയധികം ഭദ്രമായിട്ട് ഇത്ര വലിയ മുതല്, ഇങ്ങനത്തെ മുതലുകൾ തന്നെ അത്യാവശ്യം നമ്മുടെ സമൂഹത്തില് ഭേദപ്പെട്ടവരുടെ കയ്യിലുണ്ട് എന്നർത്ഥം. ഇതൊക്കെയുണ്ട്. അതുപോലെ ധാരാളം ഡിഗ്രി നേടിയവരാണ്, വലിയ വലിയ ഉന്നതമായ ഡിഗ്രികൾ നേടുന്നു. പക്ഷേ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുന്നവർ വളരെ കുറവാണ്, വിരളമാണ്. യഥാർത്ഥ മനുഷ്യരെ കിട്ടുന്നില്ല, നല്ല മനുഷ്യരെ കിട്ടുന്നില്ല. നല്ല മനുഷ്യരെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഫിൽ ജസദിൽ മുളഅ യാ സലഹത സലഹൽ ജസദ് കുല്ലുഹു വയാ ഫസദത ഫസദൽ ജസദ് കുല്ലുഹു അലാ 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 വഹിയൽ ഖൽബ്.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന്റെ ബോഡി ഫിറ്റ്നസിന്റെ ഉള്ളിൽ ആന്തരികമായ അവയവങ്ങൾ പരിശോധിച്ചാൽ ഒരു പ്രത്യേക ചെറിയൊരു മാംസപിണ്ഡമുണ്ട്. മനുഷ്യന്റെ മുഷ്ടി, ഓരോരുത്തരുടെയും മുഷ്ടിക്ക് അളവ്, ആ മുഷ്ടിയുടെ അളവിനനുസരിച്ച് ഒരു മാംസപിണ്ഡമുണ്ട്. അത് സുഗമമായി പ്രവർത്തിച്ചാൽ മനുഷ്യന്റെ ബോഡി സുഗമമായി പ്രവർത്തിക്കും. ഭൗതികമായ അർത്ഥം അത് ആത്മീയമായി നന്നായാൽ സലഹൽ ജസദ് കുല്ലുഹു, മനുഷ്യൻ ആത്മീയമായി ഉയർന്നു, നന്നായി തീർന്നു. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, അല അറിയുക, ഖൽബ്, അതാണ് ഹൃദയം, അതാണ് ഹൃദയം. ഹൃദയശുദ്ധി കൂടിയേ തീരുകയുള്ളൂ, എങ്കിലേ മനുഷ്യൻ നന്നാവുകയുള്ളൂ, മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുസൗധത്തില്, പ്രവാചകന്റെ പള്ളിയില്, പ്രവാചകന്റെ ചാരത്ത് തന്നെ പ്രവാചകൻ കിടന്നുറങ്ങുകയാണെന്ന് ഭാവിച്ച് മദീന പള്ളിയിൽ ഒരു കൂട്ടം 3 സംഘമായി തിരിഞ്ഞിരിക്കുന്നു. അവർ ചെറിയൊരു വിഷയം ചർവണം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാരാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമലുകൾ എന്താ? പ്രവാചകന്റെ സ്ഥാനങ്ങൾ എന്താ? അവിടുത്തെ അമലുകൾ കുറച്ചു മതിയല്ലോ, എത്രയോ ഉയരത്തിലാണല്ലോ. അതുകൊണ്ട് അവർ പ്രവാചകന്റെ അമലുകളെ വിലയിരുത്തിയിട്ട് പറയുന്നു, നമുക്കെങ്ങനെ മുത്തുനബിയോടെത്താൻ കഴിയുക, മുത്തുനബിയുടെ അമലോട് താതാത്മ്യപ്പെടാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് ഞാൻ പരമാവധി ഇബാദത്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഞാനിനി രാത്രി ഉറങ്ങുകയില്ല. ഒരു 3 അംഗ സംഘം പറഞ്ഞപ്പോ മറ്റൊരു 3 അംഗ സംഘം പറഞ്ഞു, ഞാനിനി പകൽ ഭക്ഷണം കഴിക്കില്ല, നോമ്പുകാരനാണ്. ഒരു കൂട്ടുകാർ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും നിസ്കാരത്തിലായിരിക്കും. മറ്റൊരു കൂട്ടുകാർ പറഞ്ഞു, ഞാൻ പകൽ ഭക്ഷണം കഴിക്കാതെ നോമ്പിലായിരിക്കും. മറ്റൊരു 3 അംഗ സംഘം പറഞ്ഞു, ഞങ്ങളിനി ഭാര്യമാരെ പ്രാപിക്കുകയില്ല, ലൈംഗിക വീഴ്ചയില്ല, ദാമ്പത്യ ബന്ധം പുലർത്തുന്നില്ല, അത് ഞങ്ങൾ നിർത്തിവെക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ ചർച്ച തെറ്റാണ്, നിങ്ങൾ സ്ട്രൈറ്റായ രൂപമല്ല ഇവിടെ പറഞ്ഞത്, ശരിയായ റൂട്ടിലല്ല നിങ്ങൾ കേട്ടോ. ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ. 3 കിലോമീറ്ററുകൾക്കപ്പുറം അല്ലാഹുവിനെ പേടിച്ചത് കാരണം അവിടുത്തെ ഹൃദയസ്പന്ദനത്തിന്റെ മിടിപ്പ് കേൾക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹൃദയസ്പന്ദനം, ഹൃദയമിടിപ്പ് കേൾക്കുമാറാകും. 3 കിലോമീറ്ററുകൾക്കപ്പുറം പോലും കേൾക്കുമത്രേ. ആ ഖലീലുല്ലാഹിയെ കാണും. ആ ഖലീലുല്ലാഹിയെക്കാളും തഖ്വയുള്ളവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും തഖ്വയുള്ളവൻ. നിങ്ങളുടെ പ്രകടന പരത തഖ്വയല്ല, ഇതല്ല തഖ്വ. തഖ്വയ്ക്ക് കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രം തഖ്വ ആർജിക്കാൻ സാധ്യമല്ല, കുറെ നോമ്പെടുത്തത് കൊണ്ട് മാത്രം സാധ്യമല്ല, കുറച്ചു കാലം പെണ്ണുങ്ങളെ വിട്ടുനിന്നത് കൊണ്ട് മാത്രം തഖ്വ കിട്ടില്ല. മറിച്ച് എന്റെ ചര്യ എന്തെന്നറിയുമോ? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, അനാമോ ഞാൻ ഉറങ്ങുന്നുമുണ്ട്, ഞാൻ അസുമോ അഫ്തറോ ഞാൻ നോമ്പെടുക്കും, എന്നാൽ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. സുന്നത്ത് നോമ്പാണ് താല്പര്യം. ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടാറുണ്ട്, ഒഴിവായിട്ടുമിരിക്കും. അതാണ് സ്ട്രൈറ്റ്. അതുകൊണ്ട് ഹൃദയാന്തർഭാഗത്ത് അങ്കുരിച്ചതാണ് തഖ്വ, പ്രകടന പരതയല്ല തഖ്വ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തെര്യപ്പെടുത്തി. ലോകത്ത് സോക്രട്ടീസ് എന്ന വിദഗ്ധൻ വന്നു. വൈദ്യശാസ്ത്ര ലോകത്തിന്റെ അധിപനാണ്, പിതാവാണെന്ന് പറയുന്ന സോക്രട്ടീസോ, ഹിപ്പോക്രാറ്റോ, അതുപോലെ തന്നെ അരിസ്റ്റോട്ടലോ, അതേപോലെ ഐൻസ്റ്റീനോ, ആൽബർട്ട് ഐൻസ്റ്റീനോ, അതുപോലെ സർ ഐസക് ന്യൂട്ടനോ,
ആരും തന്നെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞില്ല. മനുഷ്യന്റെ പ്രവർത്തന സങ്കേതം, പ്രവർത്തന ബിന്ദു, കേന്ദ്ര ബിന്ദു, മർക്കസ് ഹൃദയമാണെന്ന് ആരും പറഞ്ഞില്ല. അത് പറഞ്ഞത് വിശുദ്ധരന്മാരുടെ വിശുദ്ധരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്, നിബിതങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മനുഷ്യന്റെ ശരിയായ പ്രവർത്തന ബിന്ദു കേന്ദ്രം ഹൃദയമാണ്. ഹൃദയം സന്ദേശം കൈമാറുക അതനുസരിച്ചാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധി കൂടാതെ കൊണ്ട് നമുക്ക് നല്ല മനുഷ്യനാകാൻ സാധ്യമല്ല. മഹാനായിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹു വാങ്ങിക്കൊടുക്കുകയാണ്. നമ്മുടെ പ്രഭാഷകൻ തങ്ങൾ പാപൻ വന്നു തോന്നുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വാങ്ങിക്കൊടുത്തപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബിലാലിന്റെ വാക്കിൽ അല്പം കറക്ഷനുണ്ട്, ചെറിയൊരു തെറ്റുണ്ട്. എന്തേ തെറ്റ്? റസൂലുള്ളാഹിയുടെ മുഖം വിവരണമായി. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് തെറ്റ്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അശ്ഹദു എന്ന് പറയുന്നതിന് പകരം ബിലാൽ അശ്ഹദു എന്നാണ് പറയുന്നത്. ബിലാൽ അശ്ഹദു എന്നാണ് പറയുന്നത്. അശ്ഹദു വ്യക്തമല്ല നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവരണമായി. ഉമറേ, ബിലാൽ അശ്ഹദു എന്നാണ് പറയുന്നതെങ്കിൽ അത് അശ്ഹദു എന്ന് അല്ലാഹുവും അവന്റെ റസൂലും അംഗീകരിച്ചിട്ടുണ്ട് ഉമറേ. അതുകൊണ്ട് മാറിപ്പോ ഉമറേ, മാറി നിൽക്ക്. ബിലാലിന്റെ ഹൃദയാന്തരഭാഗത്തുനിന്ന് ധവള സുന്ദരമായ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണത്. അല്ലാഹു അതുകൊണ്ട് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞത് ഹൃദയശുദ്ധി. ആ ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോ സ്പെല്ലിംഗ് ട്രബിൾ പോലും പ്രശ്നമല്ല എന്നതാണ്. അപ്പൊ നല്ല മനുഷ്യനാക്കി നമ്മളെ തീർക്കുന്നത് ഹൃദയവിശുദ്ധി കാരണമാണ്. അതിനൊക്കെ ഇത്തരം സദസ്സുകള്, ഇത്തരം വേദികൾ നമുക്ക് വളരെ ഉപയുക്തമാകും. മഹാത്മാക്കളായ പണ്ഡിത സാധാത്തുക്കൾ അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് നല്ല ഉന്നതമായ അവസ്ഥ നേടാൻ സാധിക്കുന്ന തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്പിയംകുന്ന് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ SKSSF നമ്പിയംകുന്ന് ശാഖ സംഘടിപ്പിക്കുന്ന ദ്വിദിന മതപ്രഭാഷണ വേദി ആരംഭിക്കാൻ പോവുകയാണ്. പ്രഭാഷണ വേദിയിൽ തന്റേതായ വാഗ്വൈഭവം കൊണ്ട് ജനഹൃദയങ്ങളിൽ ആവേശത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന യുവ പ്രഭാഷകൻ ജലീൽ റഹ്മാനി വാണിയന്നൂർ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മെ അഭിസംബോധന ചെയ്യുകയാണ്. إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم إلى حضرة أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة. هذا القبول منا أولا إلى حضرة روح نبينا وحبيبنا ومنجينا وهادينا ومحبوبنا ومشوقنا لبدتك بدنا مصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات جميع الأنبياء والأولياء العلماء والزهداء والشهداء والصديقين والصالحين إلى حضرة أهل الخير كلهم أجمعين. اللهم بارك لنا في جميع أمورنا خصوصا في مجلسنا هذا يا رب العالمين بركة تامة كما باركت على عبادك الصالحين. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. اللهم يسر أسيرنا وسهل أمورنا قض حوائجنا وأد ديوننا اشف أمراضنا أمراض والدينا أمراض أساتذتنا أمراض من أعاننا أمراض من أوصانا بالدعاء شفاء تاما لا يغادر سقما ولا ألما يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل آخر كلامنا وكلام والدينا كلام أساتذتنا وكلام من أعاننا وكلام من أوصانا بالدعاء عند الموت مع الإيمان قول لا إله إلا الله. توفنا مسلمين وألحقنا وإياهم بالصالحين. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم مع الصحة والعافية قبل أن تميتنا كرات بعد مرات يا أرحم الراحمين. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم.